കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. 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 കയറിപ്പോരും ചങ്ങായി ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. കയറിപ്പോരും ചങ്ങായിമാരെ 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 ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. അന്ന് തൻ്റെ വരനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആൻഡ്രിയ കെറ്റ്സ് തൻ്റെ കാറിൽ യാത്ര തുടങ്ങിയത്. മൂർ പാർക്ക് മെട്രോ ലിങ്ക് സ്റ്റേഷനിൽ അദ്ദേഹം എത്തുമെന്നും അവിടെ നിന്നും അദ്ദേഹത്തെ പിക്ക് ചെയ്യണമെന്നുമായിരുന്നു ആൻഡ്രിയയുടെ ആഗ്രഹം. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുവപ്പ് വർണ്ണത്തിലുള്ള വസ്ത്രമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കാറിൽ അവരുടെ പ്രണയാർദ്രമായ ഓർമ്മകൾ നിറഞ്ഞ പാട്ടുകളും പ്ലേ ചെയ്തിരുന്നു. പെട്ടെന്നാണ് ആ റേഡിയോയിലൊരു വാർത്ത അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊരു ട്രെയിൻ അപകടത്തെക്കുറിച്ചായിരുന്നു. ആ വാർത്ത അവളെ ഭയപ്പെടുത്തി. കാരണം ഒരുപാട് പേർക്ക് മരണം സമ്മാനിച്ച ആ അപകടം സംഭവിച്ചത് ചാൾസ് വരുന്ന ട്രെയിനിനായിരുന്നു. ചാൾസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയം അവളെ അലട്ടിയിരുന്നു. അവൾ ആദ്യം ചെയ്തത് അവളുടെ ബാഗിൽ നിന്നും ഫോൺ കണ്ടെത്തുകയായിരുന്നു. ആ ഫോണിൽ അവൾ കണ്ടത് 35ഓളം മിസ്ഡ് കോളുകളായിരുന്നു. അതെല്ലാം ചാൾസിൻ്റെ നമ്പറിൽ നിന്നും. നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതായത് വിവാഹം പറഞ്ഞുറപ്പിച്ച ഒരു വ്യക്തിയെ പിക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അതേ ട്രെയിനിൻ്റെ അപകട വാർത്ത പോകും വഴി കേൾക്കുന്നു. അതൊരു വശത്ത്. മറുവശത്ത് അയാളുടെ 35ഓളം മിസ്ഡ് കോളുകൾ ഫോണിൽ കാണുന്നു. ആൻഡ്രിയ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഒരുപാട് നേരം ബെല്ലടിച്ചു, പക്ഷേ ആരും ഫോൺ എടുത്തില്ല. അല്പനേരത്തിന് ശേഷം ഒരാൾ ഫോൺ എടുത്തു. മറുവശത്ത് കേട്ടത് ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയ. (2008) ചാൾസിന് ഒരു നല്ല വർഷമായിരുന്നു. അമേരിക്കയിലെ സോൾട്ട് ലേക്ക് സിറ്റിയിലായിരുന്നു ചാൾസ് ജീവിച്ചിരുന്നത്. മുന്നത്തെ വർഷം അദ്ദേഹം വിവാഹമോചിതനായിരുന്നു, സന്തുഷ്ടനായിരുന്നു. വിവാഹമോചനം നേടിയതിൻ്റെ സന്തോഷമായിരുന്നില്ല, തൊട്ട് മുമ്പിൽ മറ്റൊരു ജീവിതം തന്നെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷമായിരുന്നു ആ വർഷം ചാൾസിനുണ്ടായിരുന്നത്. ഇനിയൊരു വിവാഹ ജീവിതം തനിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന 49 വയസ്സുകാരനായ ചാൾസിൻ്റെ ജീവിതത്തിലേക്കാണ് അവൾ കയറി വന്നത്. അതോടുകൂടി അയാളുടെ ജീവിതം വല്ലാതെ മാറുകയായിരുന്നു. കാലിഫോർണിയയിലുണ്ടായിരുന്ന ആൻഡ്രിയ, അവർക്കൊരുമിച്ച് ജീവിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 12, 2008 ചാൾസ് തൻ്റെ പുതിയ ജോലിക്കായുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായി ലോസ് ഏഞ്ചലസിലേക്ക് യാത്ര തിരിച്ചു. അന്ന് വരെ അയാൾ ജോലി ചെയ്തിരുന്നത് സോൾട്ട് ലേക്ക് സിറ്റിയിലെ ഡെൽറ്റ എയർലൈൻസിൻ്റെ കസ്റ്റമർ കെയർ ഏജൻ്റായിട്ടായിരുന്നു. 1-2 വർഷമല്ല, കഴിഞ്ഞ 19 വർഷമായി അയാൾ അതേ ജോലി തന്നെയാണ് ചെയ്തിരുന്നത്. ജീവിതം മൊത്തത്തിൽ മാറിത്തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റുപാട് മുഴുവൻ മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അതുമാത്രമല്ല, ആൻഡ്രിയയുമായുള്ള ജീവിതത്തിന് തൻ്റെ ഇപ്പോഴുള്ള ജോലി ഒരു തടസ്സവുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലത്ത് പുതിയൊരു ജോലി അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ജോലിയിലേക്കുള്ള ഈ യാത്ര തൻ്റെ ജീവിതം തന്നെ അവസാനിക്കുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. 7 മാസങ്ങൾക്ക് മുമ്പാണ് അവർ എൻഗേജ്ഡ് ആയത്. അന്ന് മുതൽ അവർ 2 സ്ഥലങ്ങളിലായി ജീവിക്കുകയാണ്. അതിന് കാരണം അവരുടെ ജോലികളും. എന്നാൽ ലോസ് ഏഞ്ചലസിലെ വെന്യൂസ് എയർപോർട്ടിൽ അങ്ങനെ ഒരു വേക്കൻസി കണ്ടപ്പോൾ തന്നെ ആൻഡ്രിയ തീരുമാനിച്ചു അത് ചാൾസിന് വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു വേക്കൻസിയാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ചാൾസ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചതും.
ലോസ് ഏഞ്ചലസിലേക്ക് ചാൾസ് വന്നെത്തിയത് വിമാനമാർഗമായിരുന്നു. അവിടെ നിന്നും മോർ പാർക്ക് സ്റ്റേഷനിലേക്ക് മെട്രോ ലിങ്ക് വഴിയും. മോർ പാർക്ക് സ്റ്റേഷനിൽ ആൻഡ്രിയ വന്ന് പിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് 225 യാത്രക്കാരോടൊപ്പം ട്രെയിൻ യാത്ര തുടങ്ങി. വൈകിട്ട് 4:45 അത് മോർ പാർക്ക് സ്റ്റേഷനിൽ വന്നെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചു. റോബർട്ട് സഞ്ചേസ്, അങ്ങനെയായിരുന്നു ആ സെക്കൻഡ് ഷിഫ്റ്റ് പൈലറ്റിൻ്റെ പേര്. അയാൾ ചുമതലയെടുത്തു. അതിവേഗത്തിൽ ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ചാറ്റ്സ്വർത്ത് എന്ന സ്ഥലത്തിനോട് ചേർന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ള സന്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ ഏതോ സുഹൃത്തിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ആ സന്ദേശം കണ്ടില്ല എന്ന് പിന്നീട് ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കി. ഒരു കുഞ്ഞശ്രദ്ധ, ശ്രദ്ധിക്കാതെ പോയ ആ ചുവന്ന വെളിച്ചം വരുത്തി വെച്ചത് ഒരു വലിയ അപകടമായിരുന്നു. അതേ ട്രാക്കിൽ നിരങ്ങി വന്നുകൊണ്ടിരുന്ന ഭാരമേറിയ ആ ഗുഡ്സ് ട്രെയിനിനോട് മണിക്കൂറിൽ ഏതാണ്ട് 83 മൈൽ വേഗതയിൽ പാഞ്ഞു വന്ന ആ ട്രെയിൻ ഇടിച്ച് തകരുകയായിരുന്നു. ഒന്ന് വിവരിക്കാൻ പോലും കഴിയാത്തവണ്ണം ഭീകരമായ ഒരു അപകടം. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ എണ്ണപ്പെട്ട ട്രെയിൻ അപകടങ്ങളിൽ ഒന്നാണ്. അകപ്പെട്ടുപോയ ആളുകളെ രക്ഷിക്കാൻ പോലും മണിക്കൂറുകൾ പണിപ്പെടേണ്ടി വന്നതായി പറയുന്നു. ആഘാതത്തിൽ ശരീരാവയവങ്ങൾ പലയിടത്തേക്കും തെറിച്ചു പോയവരുടെ എണ്ണം പോലും ചെറുതായിരുന്നില്ല. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഡൊണാൾഡ് ആഷ്മാൻ എന്ന വൈദികൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പിറകിൽ അപകടം സംഭവിച്ചിരുന്നുവെങ്കിലും അത്ഭുതകരമായി അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. എങ്കിലും അപകടത്തിൽ കുരുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താനും മരണം സംഭവിച്ചവർക്ക് മരണാനന്തര പ്രാർത്ഥനകൾ നൽകുവാനും അദ്ദേഹം മുൻപന്തിയിൽ നിന്നിരുന്നുവെന്ന് LA ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപകടം നേരിട്ട് കണ്ട അല്ലെങ്കിൽ അപകടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ അപകടത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച പല വിവരണങ്ങളും LA ടൈംസിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണവും വ്യക്തികളുടെ ഡീറ്റെയിൽസും കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഈ അപകടത്തിൻ്റെ വ്യാപ്തി പോലീസ് മറച്ചു വെച്ചതായി പറയുന്നു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തുണി കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. അതിലാണ് അവർ മരണാനന്തര പ്രാർത്ഥനകൾ നടത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. അപകടം സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ചാൾസിൻ്റെ മിസ്ഡ് കോളുകൾ ആൻഡ്രിയയുടെ ഫോണിലേക്ക് വന്നത് എന്ന് ആൻഡ്രിയയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അപകട സ്ഥലത്ത് ജീവന് ഒരപായവും സംഭവിക്കാതെയാണ് ചാൾസ് നിലനിൽക്കുന്നത് എന്ന് ആൻഡ്രിയ തിരിച്ചറിഞ്ഞു. അവർ ചെയ്തത് അപകട സ്ഥലത്തോട് ചേർന്നുള്ള അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. പലതവണ ചാൾസിൻ്റെ നമ്പറിലേക്ക് ആൻഡ്രിയ തിരിച്ചു വിളിച്ചിരുന്നു. അപ്പോഴെല്ലാം ഒരു സ്റ്റാറ്റിക് ശബ്ദമാണ് ആൻഡ്രിയ കേട്ടിരുന്നത്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, പല സുഹൃത്തുക്കളെയും വിളിച്ചപ്പോൾ ആൻഡ്രിയ മനസ്സിലാക്കിയ ഒന്നാണ്. അതായത് അവരുടെ മ്യൂച്വൽ സുഹൃത്തുക്കളിൽ പലരിലേക്കും ചാൾസിൻ്റെ നമ്പറിൽ നിന്നും കോൾ വന്നിരുന്നു. ഫോൺ എടുത്തപ്പോൾ അവർ അവ്യക്തമായ എന്തൊക്കെയോ ശബ്ദങ്ങളാണ് അതിൽ കേട്ടത് എന്നും പറയുന്നു. അതിലൂടെ അവർ ഒന്നുറപ്പിച്ചു, അപകടത്തിൽ ചാൾസ് മരണപ്പെട്ടിട്ടില്ല. അപകട സ്ഥലത്ത് ചാൾസ് അകപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് തൻ്റെ സുഹൃത്തുക്കളെ അദ്ദേഹം മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അന്വേഷണം ആരംഭിച്ചു. ഏതാണ്ട് 11 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടന്നതായാണ് പറയുന്നത്. പുലർച്ചെ 3 മണിക്ക് പോലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അവസാന മണിക്കൂറുകളിൽ അവർ അത് കണ്ടെത്തി, ചാൾസിൻ്റെ ചതഞ്ഞരഞ്ഞ മൃതദേഹം. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ മരണപ്പെട്ടിരുന്നതായി അവർ തിരിച്ചറിഞ്ഞു. മൃതദേഹത്തിൻ്റെ ആദ്യ പരിശോധനയിൽ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു. അപകടത്തിൻ്റെ ആഘാതത്തിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചാൾസ് മരണപ്പെട്ടിരുന്നു. അയാളുടെ ചതഞ്ഞരഞ്ഞ ശരീരം സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപകടത്തിന് ശേഷം മണിക്കൂറുകൾ അയാൾ ജീവിച്ചിരുന്നു എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ചാൾസ് എങ്ങനെയാണ് തൻ്റെ വധുവിനെയും സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ടിരുന്നത്? അത്ഭുതപ്പെടുത്തുന്ന ഒരു മിസ്റ്റീരിയസ് സ്റ്റോറി അല്ലേ? ടെക്നോളജിക്കലി നമ്മൾ ഇത്രത്തോളം വളർന്നിട്ടും ഇന്ന് വരെ മരണപ്പെട്ട ഒരാളോട് സംസാരിക്കാനുള്ള ടെക്നോളജി നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ 2008 അതായത് ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. മരണപ്പെട്ടവരുടെ ലോകത്തു നിന്നും നമ്മെ തേടി വരുന്ന ചില ഫോൺ കോളുകളെ കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1-ാം ലോക മഹായുദ്ധ കാലം മുതൽക്ക് തന്നെ ഇത്തരത്തിലുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ സൈക്കോളജിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം.
4ചാനലും റെഡിറ്റിലുമെല്ലാം ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചാറ്റ്സ്വർത്ത് മിസ്റ്ററി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിളിക്കുന്നത് ക്രൈസിസ് അപ്പാരിഷൻ എന്നാണ്. അതായത് അസ്വാഭാവികമായ മരണം സംഭവിക്കുന്ന ചില ആത്മാക്കൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് ചില അനുഭവങ്ങളെ ഉദാഹരണമാക്കി അവർ വിശദീകരിക്കുന്നു. ഒന്ന്, യാത്ര പറയാം, അല്ലെങ്കിൽ ഒരു നോക്കുകൂടി പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി വരുന്ന ആത്മാക്കളുടെ കഥകൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പലരും വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യമുണ്ട്. 35 തവണ ചാൾസ് വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് ആൻഡ്രിയ ഫോൺ എടുക്കാതിരുന്നത് എന്ന്. ഇവിടെ അങ്ങനെ ഒരു ചോദ്യത്തിന് എന്താണ് പ്രസക്തി? ഫോൺ സൈലൻ്റ് ആക്കി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വിളിച്ചാൽ പോലും നമ്മൾ എങ്ങനെയാണ് അറിയുക? പക്ഷേ ഇവിടുത്തെ സാഹചര്യം ഒരല്പം വ്യത്യസ്തമാണ്. അതായത് ഏതാനും മാസങ്ങളായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന വരൻ തന്നെ തേടി വരുന്നത് ആൻഡ്രിയയ്ക്കറിയാം. ആ വരനെ പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ആൻഡ്രിയ. അയാളെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വസ്ത്രം പോലും അവർ ധരിച്ചിരുന്നു. അപ്പോഴും തൻ്റെ ഫോണിലേക്ക് സ്ഥലമറിയാതെ വരുന്ന ഒരാൾ വിളിക്കുമെന്ന് എന്തുകൊണ്ടവർ കരുതിയില്ല? അങ്ങനെയെങ്കിൽ അവരെന്തിനാണ് ഫോൺ സൈലൻ്റ് ആക്കി വെച്ചത്? ആൻഡ്രിയ മോശമായി. ഇതിനെയെല്ലാം തള്ളു എന്ന് വിളിക്കരുത്. കാരണം ആൻഡ്രിയയുടെ ഫോണിലേക്ക് ചാൾസിൻ്റെ നമ്പറിൽ നിന്നും 35 തവണ മിസ്ഡ് കോളുകൾ വന്നിരുന്നു എന്നത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട തെളിവുകളാണ്. പക്ഷേ അതുകൊണ്ട് ഇതൊരു ഉത്തരം കിട്ടാത്ത മിസ്റ്ററിയാണ് എന്ന് പറയാൻ സാധിക്കുമോ? ആൻഡ്രിയ പറഞ്ഞതുപോലെ ആൻഡ്രിയ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആൻഡ്രിയ പറഞ്ഞതായി പല ലേഖനങ്ങളിലും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അതായത് മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ നമ്പറുകളിലേക്കും ചാൾസിൻ്റെ മിസ്ഡ് കോളുകൾ പോയിട്ടുണ്ട് എന്ന്. ആൻഡ്രിയ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ യാതൊരു റിപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല. അതായത് ചാൾസിൻ്റെ നമ്പറിൽ നിന്നും ആകെ കോൾ വന്നിട്ടുള്ളത് ആൻഡ്രിയയുടെ നമ്പറിലേക്കാണ്. രണ്ടാമത്തെ കാര്യം, ചാൾസിൻ്റെ മരണശേഷം, അതായത് അപകടം സംഭവിച്ചതിന് ശേഷം ചാൾസിൻ്റെ മരണവാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് പല മ്യൂച്വൽ ഫ്രണ്ട്സും ചാൾസ് ലോസ് ഏഞ്ചലസിൽ എത്തിയെന്നും ആ ട്രെയിനിൽ ചാൾസ് ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയുന്നത്. ചാൾസിൻ്റെ ഫോൺ കണ്ടെടുത്തു. അതിൽ ആൻഡ്രിയയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്നതിന് തെളിവുകളുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അതായത് അപകടത്തിൽ ഊരിത്തെറിച്ച ട്രെയിനിൻ്റെ നട്ടും ബോൾട്ടും വരെ കണ്ടെത്തിയിട്ടും ചാൾസിൻ്റെ ഫോൺ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒന്ന് കണ്ടെത്തിയെന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. ഒന്നുകിൽ അപകട സമയത്ത് ആ ഫോൺ മറ്റാർക്കോ ലഭിച്ചു. അതിൽ ലാസ്റ്റ് ഡയൽഡ് കോളിലേക്ക് അയാൾ വിളിക്കാൻ ശ്രമിച്ചു. ഡയൽഡായി ഫോൺ എടുക്കാൻ ആൻഡ്രിയയ്ക്ക് സാധിച്ചില്ല. അതിനുശേഷം അപകടത്തിൻ്റെ പരിഭ്രമത്തിൽ ആ ഫോൺ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്തായാലും അപകടം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അപകടത്തിൽ ചാൾസ് പെക്ക് മരണപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. ചാൾസ് പെക്കിൻ്റെ നമ്പറിൽ നിന്നും ആൻഡ്രിയയുടെ ഫോണിലേക്ക് കോൾ വന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ മരണശേഷം ചാൾസ് ആണ് ആ കോൾ ചെയ്തത് എന്നതിന് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല. അതെല്ലാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കോർത്തിണക്കി ആരൊക്കെയോ സൃഷ്ടിച്ചെടുത്ത ചില കഥകൾ മാത്രമാണ്. അതിൻ്റെ വെറും വ്യാഖ്യാനം മാത്രമാണ് ക്രൈസിസ് അപ്പാരിഷൻ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആത്മാക്കൾ ഫോൺ ചെയ്യില്ല എന്നാണോ? അങ്ങനെയല്ല. ആത്മാക്കൾ ഉണ്ടോ ഇല്ലയോ എന്നതുപോലും സംശയത്തിലിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആത്മാക്കൾ ഫോൺ ചെയ്യുമോ എന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് ഹലോ